الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: من أنفق زوجين في سبيل الله نودي من أبواب الجنة يا عبد الله هذا خير. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു അവൻ്റെ നിഅമത്തുകളും ബറക്കത്തുകളും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ധാരാളമായി നൽകട്ടെ. അല്ലാഹുവിനെ കൂടുതലായി ചെലവഴിക്കാൻ ഉതകുന്ന വിധത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും അല്ലാഹു നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്കഭാഗത്ത് സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ, ചിലതൊക്കെ പ്രധാനപ്പെട്ടത് എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാണ് ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ച്. അതേക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ്. നാം അവർക്ക് പ്രദാനം ചെയ്തതിൽ നിന്ന് അവർ ചെലവഴിക്കും, അങ്ങനത്തോലാണ് മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ എന്ന്. അവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് നാം അവർക്ക് പ്രദാനം ചെയ്തത്. അപ്പോൾ മനുഷ്യന് ലഭിക്കുന്ന ഐശ്വര്യങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധികൾ എല്ലാം ആര് വിചാരിച്ചിട്ട് കിട്ടിയതാണ്? അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്, അള്ളാഹു വിചാരിച്ച് ലഭിച്ചതാണ്. അതിൽ നിന്ന് ചെലവഴിക്കുക. അപ്പൊ ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്തായി മാറും? എൻ്റെതല്ല, പടച്ചോൻ തന്നതല്ലേ എന്നുള്ള വിചാരം വരുമ്പോൾ കൈ അയഞ്ഞ് സഹായിക്കാൻ, ദാനം ചെയ്യാൻ നമുക്കത് പ്രചോദനമാകും. ഈ ദാനം ഒരുപാട് വിഷയത്തിന് പരിഹാരമാണ്. അവസാനം നന്നായി മരിക്കാൻ അത് കാരണമാണ്. അതുപോലെ തന്നെ നരകം വിധിക്കപ്പെട്ടിരുന്നാൽ പോലും അത് ചേഞ്ച് ആക്കപ്പെടുകയും സ്വർഗം ലഭിക്കാനും അത് കാരണമായിത്തീരും. ദാനം ഭൗതിക ലോകത്തും പരലോകത്തുമുള്ള ആപത്തുകൾ, വിഷമതകൾ തട്ടിമാറ്റി ദൂരത്താകാൻ അത് കാരണമാകും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, നേട്ടങ്ങൾ ഈ ദാനം വഴിയായിട്ട് കിട്ടും. ഈ ദാനം എന്നത് മുത്തഖീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ ഒരടയാളമായി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ എണ്ണിയിട്ടുണ്ട്. ആ ദാനത്തെക്കുറിച്ചാണ് ഇന്ന് കേൾപ്പിച്ച ഹദീസിലും പരാമർശിക്കപ്പെട്ടത്. ദാനം ചെയ്യുമ്പോഴും ചില തരത്തിലുള്ള ദാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, അതിന് വേറെ തന്നെ ചില പ്രതിഫലങ്ങളും അതിന് കിട്ടാനുണ്ട്. അങ്ങനൊരു വിഷയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലൂടെ തിരുനബി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. മൻ അൻഫഖ സൗജൈനി, ഒരാള് രണ്ട് വസ്തുക്കളെ ഒരുമിച്ച് ദാനമായി നൽകിയ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചതോ നിർദ്ദേശിച്ചതോ പ്രോത്സാഹിപ്പിച്ചതോ ആയിട്ടുള്ള വിഷയത്തിൽ ദാനം ചെയ്താൽ, അത് സമയത്ത് അള്ളാഹു നിഷിദ്ധമാക്കിയതോ അള്ളാഹു വെറുക്കുന്നതോ അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയതോ ആയ വിഷയത്തിൽ പൈസ ചെലവാക്കുന്നതിനെ കുറിച്ചല്ല. നേരെ തിരിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ ദാനം ചെയ്യുമ്പോൾ രണ്ടെണ്ണം ദാനം ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ദാനം ചെയ്താൽ നൂദിയ, ആ വ്യക്തിയെ ക്ഷണിക്കപ്പെടും മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വിവിധ വാതിലുകളിലൂടെ വിളിക്കപ്പെടും. ഒരു വാതിലിൽ നിന്നല്ല, ഒരുപാട് വിവിധ വാതിലുകൾ. സാധാരണ സ്വർഗത്തിലുള്ള വാതിലുകളൊക്കെ ചില വിശേഷപ്പെട്ട വാതിലുകളായിട്ടുണ്ട്. നോമ്പുകാർക്ക് റയ്യാൻ എന്ന വാതിലുണ്ട്. ധാരാളം നിസ്കരിക്കുന്ന ആളുകൾക്ക് ബാബുസ്വലാ, നിസ്കാരത്തിൻ്റെ വാതിലുണ്ട്. അതുപോലെ തന്നെ സ്വതക്ക ധാരാളമായി ചെയ്യുന്ന ആളുകൾക്ക് സ്വതക്ക എന്ന പേരിൽ വാതിലുണ്ട്.
എന്നാൽ ഈ രണ്ടെണ്ണം എന്നുള്ള അർത്ഥത്തിൽ ഈ രൂപത്തിൽ ദാനം ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വാതിലിലൂടെ എന്നുള്ളതല്ല അയാൾക്കുള്ള പെർമിഷൻ, പല വാതിലുകളിലൂടെയും അയാൾ ക്ഷണിക്കപ്പെടും. എന്താണ് ആ ക്ഷണം? യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, ഓ അള്ളാഹുവിന്റെ ദാസ, ഇതാണ് നിനക്ക് കൂടുതൽ ഖൈർ, ഇതിലെ വാ. അപ്പൊ അപ്പുറത്തുനിന്ന് വാതിലും വിളിക്കും. അതേപോലെ യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, അള്ളാഹുവിന്റെ ദാസ, ഇതിലെ വാ, ഇതിനെയാണ് നിനക്ക് കൂടുതൽ ഖൈർ എന്ന് വിവിധ വാതിലുകളിലൂടെ വിളിച്ചു പറയപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുമാർ രേഖപ്പെടുത്തും, ഈ രണ്ടെണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ രൂപം എന്താണ്? ക്യാഷാണോ കൊടുക്കുന്നതെങ്കിൽ 1 ദിർഹം കൊടുക്കുക, 2 ദിർഹം കൊടുക്കുക. ഇതിലേത് കൊടുക്കണം? 2 ദിർഹം കൊടുക്കണം. 1 ദിർഹം കൊടുക്കുക എന്നുള്ളത് മാറ്റിയിട്ട് 2 ദിർഹം കൊടുക്കുക എന്ന്. അപ്പം നമ്മുടെ ഭാഷയിലേക്ക് വന്നാൽ എന്തായി? 1 ഉറുപ്പ്യ കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കുക? 2 ഉറുപ്പ്യ കൊടുക്കുക. ഒരു ഭിക്ഷക്കാരൻ വന്നു, നമ്മൾ 1 രൂപയുടെ നാണയം വെച്ച് നീട്ടുന്നതിനേക്കാളും അതിൽ കൂലി കൂടുതൽ 2 എന്നുള്ളത് കൊടുക്കുന്നതിനാണ്. അപ്പൊ ധർമ്മം ചെയ്യുമ്പോൾ 1-നല്ല 2-നാണ് പ്രാധാന്യം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചില വസ്തുക്കൾ കൊടുക്കുമ്പോൾ, വസ്ത്രമാണ് നിങ്ങൾ ദാനം ചെയ്യുന്നതെങ്കിൽ 2 വസ്ത്രം കൊടുക്കുക. 2 വസ്ത്രം എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും മിനിമം ഡ്രസ്സിങ് രീതിയാണ്. ഒരു പാൻറ്, ഒരു ഷർട്ട്, അല്ലെങ്കിൽ ഒരു മുണ്ട്, ഒരു കുപ്പായം, ഇങ്ങനെയാണല്ലോ അതിൻ്റെ രീതി പോകണം. അപ്പൊ 2 എണ്ണം കൊടുക്കുക. ഒരു മുണ്ട്, ഒരു കുപ്പായം, ഒരു ഷർട്ടോ ഒരു പാൻറ്റോ ഇങ്ങനെ കൊടുക്കുക. വെറും ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഷർട്ട് പീസോ മാത്രം കൊടുക്കുന്നതിനേക്കാളും അവിടെ കൂടുതൽ പ്രയോജനവും പ്രതിഫലം കൂടുതലും ഏതിനാണ്? ഈ ഷർട്ടിൻ്റെ കൂടെ ഒരു മുണ്ട് അല്ലെങ്കിൽ ഷർട്ടിൻ്റെ കൂടെ ഒരു പാൻറ് ഇങ്ങനെ കൊടുക്കണോ? അപ്പൊ വസ്ത്രം കൊടുക്കുമ്പോൾ 2 വസ്ത്രം കൊടുക്കുക. 2 വസ്ത്രത്തിന്റെ പ്രാധാന്യം വേറെയുണ്ടല്ലോ. ഹജ്ജ് കർമ്മത്തിനും ഉംറ നിർവഹണത്തിനും പോകുന്ന ആളുകളൊക്കെ ശരീരത്തിൽ മറ്റെല്ലാ വസ്ത്രങ്ങളും നീക്കം ചെയ്തിട്ട് 2 വസ്ത്രമാണ് അവർ കൊടുക്കേണ്ടത്, ധരിക്കേണ്ടത്. ഒന്ന് അരമുണ്ടും, രണ്ടാമത്തത് മേൽമുണ്ടും. അപ്പോൾ ആ 2 നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി വേറെന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപോലത്തെ 2 സാധനം കൊടുക്കുക, ഒരുപോലത്തെ 2 എണ്ണം കൊടുക്കുക, അല്ലെങ്കിൽ പരസ്പരം സാദൃശ്യമുള്ള 2 എണ്ണം കൊടുക്കുക. ഒരു പക്ഷിയെ ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പക്ഷിയുടെ കൂടെ 2 എണ്ണം, അതിൻ്റെ ജോഡിയായിട്ടുള്ള ഇതിനെ കൊടുക്കുക. പശുവിനെയാണ് കൊടുക്കുന്നതെങ്കിൽ 2 പശുക്കളെ കൊടുക്കുക. ആടുകളെയാണ് കൊടുക്കുന്നതെങ്കിൽ 2 ആടുകളെ കൊടുക്കുക. ഇങ്ങനെ എല്ലാത്തിനും ദാനം ചെയ്യുമ്പോൾ 2 ഡബിൾ ആകുന്ന രൂപത്തിൽ നമ്മൾ അതിനെ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. എങ്കിൽ അവന് കിട്ടുന്നത് സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വാതിലിലൂടെ വിളിക്കുന്നല്ല, പല വാതിലിലൂടെയും ഒരാളെ വിളിക്കും, പല വാതിലിലൂടെയും ഒരാളെ വിളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ ഓരോന്നോരോന്ന് പേരെടുത്ത് പറഞ്ഞ് വിശദീകരിച്ചിട്ട് അതിലൂടെ ഇന്ന ആളുകളൊക്കെ വിളിക്കപ്പെടും, ഇന്ന ആളുകളൊക്കെ വിളിക്കപ്പെടും എന്നിങ്ങനെ വിശദീകരിച്ച് ചില പുണ്യകർമ്മം ചെയ്ത ആളുകളെ പല വാതിലിലൂടെയും വിളിക്കപ്പെടും എന്നുള്ള ഈ പറയപ്പെട്ട രൂപത്തിലൊക്കെ ചർച്ച ചെയ്ത് വന്നപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങ് ഈ പറഞ്ഞ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എല്ലാ വാതിലിലൂടെയും ഒരാളെ തന്നെ വിളിക്കുക, സ്വർഗത്തിന്റെ മുഴുവൻ വാതിലും, അതിലെല്ലാത്തിലും കൂടി ഒരാളെ തന്നെ വിളിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവുമോ? അത് കൗതുക ചോദ്യമാണല്ലോ, മാത്രമല്ല അതിന് ആശയം പഠിക്കാനുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം, അങ്ങനത്തെ ഒരു അവസ്ഥയും ഉണ്ടാകും. വഅൻത മിൻഹും, അബൂബക്കറെ, അങ്ങ് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ മറ്റാരെക്കാളും വ്യത്യസ്തനായി, മറ്റാരെക്കാളും മികച്ച ആളായി, ബഹുമാന്യനായി അങ്ങേക്ക് നാളെ സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും വിളികളുണ്ടാകും. എല്ലാ വാതിൽ നിന്നും ഒരാളെ വിളിക്കപ്പെടുന്നതായി ആരപ്പെട്ടത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുള്ള നന്മകൾ, ദാനങ്ങൾ കൂട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. ആ വശങ്ങളെല്ലാം നോക്കുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ വാതിലിലൂടെയും സിദ്ദീഖുൽ അക്ബറിനെ വിളിക്കപ്പെടും. അത്രയും വലിയ മുന്തിയ
സ്ഥാനവും യോഗ്യതയും നേടിയെടുത്തിട്ടുള്ള ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു പ്രചോദനമായി, ഒരു മാതൃകയായി ഉണ്ടാവുകയും ദാനശീലം നമ്മൾ വളർത്തണം. അത് ഈ നാട്ടിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാ ആളുകളും നല്ല ദാനം ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹു തആല എല്ലാവർക്കും അതിന് തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദാനം കൂടുതലായി ചെയ്യാൻ ഉതകുന്ന സാമ്പത്തിക അഭിവൃദ്ധി നീ നൽകണം റഹ്മാനേ. നിന്നെ മറന്നുപോകുന്ന ധനാഢ്യത ഞങ്ങൾക്ക് ആർക്കും നീ തരരുത് റഹ്മാനേ. നിന്നെ മറക്കുന്ന ദാരിദ്ര്യവും നീ ഞങ്ങൾക്ക് തരരുതേ അല്ലാഹ്. എല്ലാ കഷ്ടപ്പാട്, ദുരിതങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളിൽ നിന്നൊക്കെയും നമ്മളെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.